ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. കരുളായി സ്വദേശിനിയും 5ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസ പശ്ചാത്തലവുമുള്ള എഴുത്തുകാരിയുമായ കെ സൗജത്തിന്റെ മൂന്നാമത്തെ നോവൽ ആഴി ഫെബ്രുവരി 8 വൈകുന്നേരം 4 മണിക്ക് കരുളായിലെ കിണറ്റിങ്ങൽ DA-LP സ്കൂളിൽ വെച്ച് പ്രകാശനം ചെയ്യും. വാരിക്കൽ വാസ്കോ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണ വീട്ടമ്മ അവരുടെ മൂന്നാമത്തെ നോവൽ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. സ്പർശം, കാവല് എന്നീ മുമ്പിറങ്ങിയിട്ടുള്ള 2 നോവലുകൾക്ക് വായനക്കാർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ പത്രക്കാരടക്കം വലിയ പിന്തുണയും കവറേജും കൊടുത്തു. അതിൻ്റെയൊക്കെ പ്രചോദനത്തിൽ നിന്നാവാം അവരുടെ മൂന്നാമത്തെ നോവൽ ആഴി എന്ന് പേരിട്ടിരിക്കുന്ന 300ഓളം പേജ് വലിപ്പമുള്ള അത്യാവശ്യം വലിയൊരു നോവൽ എഴുതിയിരിക്കുകയാണ്. ഈ നോവലിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഏറനാടിൻ്റെ, പ്രത്യേകിച്ച് കിഴക്കൻ ഏറനാട്ടിലെ സ്ത്രീകൾ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അനുഭവിച്ചിട്ടുള്ള തീക്ഷ്ണമായ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെ അവരൊരു ഡോക്യുമെൻ്ററി രൂപത്തിലല്ലാതെ വളരെ സരസമായ ഭാഷയിൽ വായനക്കാരനെ ഒട്ടും മുഷിപ്പിക്കാതെ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ നോവലിൻ്റെ അവരെഴുതി തീർത്തിരിക്കുന്നത്. ഭാഷയും ഘടനയും എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ അവർ കഴിഞ്ഞ 2 നോവലിനെ വെച്ച് നോക്കുമ്പോൾ ഈ മൂന്നാമത്തെ നോവൽ ഏറ്റവും മികച്ചതായിട്ടിരിക്കുകയാണ്. അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പാഠമൊന്ന് വിലാപം എന്ന സിനിമയിലൂടെയാണ് നമ്മൾ വിവാഹപ്രായമെത്താത്ത കുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്ന ആ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചൊക്കെ ആര്യാടൻ ഷൗക്കത്ത് എഴുതിയിട്ടുള്ള ആ സിനിമയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് അത്തരത്തിലുള്ള ശൈശവ വിവാഹവും അതോടൊപ്പം തന്നെ നമ്മുടെ ഏറനാട്ടിൽ, പ്രത്യേകിച്ച് കിഴക്കൻ ഏറനാട്ടിൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കാതെ വീടുകളിൽ നിറഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾ, ഇവരെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും വരും. അത് 2ാം കെട്ടുകാരനോ 3ാം കെട്ടുകാരനൊക്കെ ആയിരിക്കും. കുറച്ച് ദിവസം മാത്രം ഭാര്യയോടൊപ്പം ജീവിക്കുക, അതല്ലെങ്കിൽ വല്ലപ്പോഴും വന്ന് വിസിറ്റർമാരായി പോകുന്ന ഭർത്താക്കന്മാരൊക്കെ ഉള്ള ഒരു സ്ഥിതിവിശേഷം, സാമൂഹ്യ സ്ഥിതി ഇവിടെ നിലനിന്നിരുന്നു. ആ കാലത്ത് തുടങ്ങി വളരെ ചെറുപ്പത്തിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്ന ആ കാലത്ത് തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന ജീവിതത്തിലെ എല്ലാവിധ അനുഭവങ്ങളോടും പൊരുതി ജീവിത വിജയം കൈവരിച്ച ആമിന എന്ന് പറയുന്ന ഒരു ഏറനാടൻ പെൺകുട്ടിയുടെ ജീവിതമാണ് ഈ കഥയെ ആസ്പദമാക്കിയിട്ടുള്ളത്, കഥയിൽ നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഫെബ്രുവരി 8 ഞായറാഴ്ച 4 മണിക്ക് കരുളായിലെ ദേവദാർ ALP സ്കൂളിൻ്റെ മുറ്റത്ത് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദിയിലാണ് നടക്കുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകയായിട്ടുള്ള എഴുത്തുകാരി കൂടിയായിട്ടുള്ള അജിത്രി ടീച്ചറാണ്. ഏറനാട് പ്രദേശത്തെ സ്ത്രീ സമൂഹത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ വളരെ ലളിതവും ആഴമുള്ളതുമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഈ നോവൽ വായനാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രശസ്ത എഴുത്തുകാരിയും പ്രഭാഷകയുമായ അജിത്രി ടീച്ചർ എഴുത്തുകാരൻ ഷിഫാസ് അക്തറിന് പുസ്തകം കൈമാറിയാണ് പ്രകാശന കർമ്മം നിർവഹിക്കുക. കവിയും എഴുത്തുകാരനുമായ NN സുരേന്ദ്രൻ മാസ്റ്ററുടെ ബോധി ബുക്സാണ് നോവലിന്റെ പ്രസാധകർ. സബ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ മുഖ്യ അതിഥിയാകും. മുഹാജിർ കരുളായി പുസ്തക പരിചയം നടത്തും. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി വിൽപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം മുണ്ടോടൻ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗം ഷുഹൈബ് മൈലമ്പാറയ്ക്ക് നൽകി നിർവഹിക്കും. നിലമ്പൂർ താലൂക്കിലെ ഗ്രന്ഥശാല പ്രവർത്തകരും കലാസാംസ്കാരിക നാടക പ്രവർത്തകരും എഴുത്തുകാരും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും. സ്വാഗതം ജിനീഷ് മാധവ് നിർവഹിക്കും. ജോൺസൺ അധ്യക്ഷത വഹിക്കും. കെ സിറാജ് നന്ദി അറിയിക്കും.
ബ്ലോക്ക് മെമ്പർ സുരേഷ് മാസ്റ്റർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജെ രാധാകൃഷ്ണൻ, എഴുത്തുകാരായ കുഞ്ഞുമുഹമ്മദ് അഞ്ചിച്ചവിടി, ഷറഫുദ്ദീൻ കാളിക്കാവ്, പൂക്കോട്ടുംപാടം പീപ്പിൾസ് വായനശാല സെക്രട്ടറി കെ ദിവാകരൻ, നല്ലന്തണ്ണി വായനശാല സെക്രട്ടറി ദിലീപ് മാസ്റ്റർ, കരുളായി വായനശാല പ്രസിഡന്റ് പി ഹാരിസ്, സദ്ഗമയ ലൈബ്രറി മയ്യന്താനി പ്രതിനിധി ഇ കെ നാണി, മുക്കത്തെ ക്ലബ്ബ് പ്രതിനിധി കെ ഷെരീഫ് തുടങ്ങിയവർ ആശംസകൾ അറിയിക്കും. വാസ്കോ വാരിക്കൽ ക്ലബ്ബ് പരിധിയിലുള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും കലാകായിക മേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ഷീബ പൂഴിക്കുത്ത്, കെ പി നസീർ, കെ പി അബ്ദുറഹ്മാൻ, കെ പി ഷറഫുദ്ദീൻ, മിഥിലാജ് സി, അബ്ദുറഹ്മാൻ ടി പി, കബീർ മുണ്ടോടൻ തുടങ്ങിയ വാസ്കോ ഭാരവാഹികൾ ആദരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ കവിയരങ്ങും ഗാനാലാപനവും ആരംഭിക്കും. NC പുല്ലങ്കോട്, യു ബാലകൃഷ്ണൻ, രാജേഷ് അമരമ്പലം, പി മുജീബ് റഹ്മാൻ, ബാബു ചോളമുണ്ട തുടങ്ങിയവർ കവിയരങ്ങ് നിയന്ത്രിക്കും. വാർത്താ സമ്മേളനത്തിൽ നോവലിസ്റ്റ് കെ സൗജിത്ത്, മുഹാജിർ കരുളായി, ജിനീഷ് മാധവ്, ജോൺസൺ, കെ പി അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.